ഒടുവിൽ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു. ഇത്രനാളും അവർ നിരപരാധിയാണെന്നുള്ളത് ആദ്യം പൊളിഞ്ഞു. തന്ത്രപരമായിട്ട് അവർ കൊല ചെയ്തു. അവരുടെ കാമുകനെ അവർ കൊല ചെയ്തു. കുറേ നാൾ അവനെ പ്രേമിച്ചുകൊണ്ട് നടന്നു. രഹസ്യമായി താലിയൊക്കെ കിട്ടി. അവർ തമ്മിൽ ശാരീരിക ബന്ധവും പുലർത്തിയിരുന്നു. കാമുകൻ വേറൊരു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗ്രീഷ്മയ്ക്ക് കുറച്ചും കൂടെ നല്ല ഒരു വിവാഹാലോചന വന്നു. അപ്പോൾ ഇയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അപ്പോൾ ഇയാൾ ജന്മം ചെയ്താൽ ഒഴിവാകില്ല. ചെള്ള് പോത്തിൻ്റെ മേലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന പോലെ ഗ്രീഷ്മയെ അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഇവർ തമ്മിൽ പ്രേമമായിരുന്നു, ഭ്രാന്ത് പിടിച്ച പ്രേമം. പക്ഷേ ഗ്രീഷ്മ അവരുടെ കാമുകനെ സ്നേഹിച്ചത് ഒരു ടൈം പാസിന് വേണ്ടി മാത്രമായിരുന്നു. ഭാര്യ ഭർത്താവുമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ സ്ഥിരമായി ചെയ്യുന്നതാണ്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മിക്കവാറും എല്ലാ പെൺകുട്ടികളും സെക്സ് ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ചും പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നവർ. അതുകൊണ്ട് ആരും പവിത്രന്മാരും പവിത്രമതികളൊന്നുമല്ല. അതുതന്നെയാണ് ഗ്രീഷ്മയും അവരുടെ കാമുകനും ചെയ്തത്. പക്ഷേ ഗ്രീഷ്മ ചെയ്തത് തെറ്റ്. ഇത്രയും മാത്രം ആത്മാർത്ഥമായി അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചപ്പോൾ അവനെ ഒഴിവാക്കാൻ വേണ്ടി ജ്യൂസിൻ്റെ അകത്ത് വിഷം കലർത്തി അത് തന്നെ കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം മരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് മുമ്പേ ഇതിങ്ങനെ കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പക്ഷേ അവരുടെ കാമുകനത് അറിഞ്ഞില്ല. അതാകുമ്പോൾ ആരും സംശയിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഗ്രീഷ്മ അത് ചെയ്തത്. ഒടുവിൽ അത് കള്ളി വെളിച്ചത്ത് വന്നു. അവർ പിടിക്കപ്പെട്ടു. ഇപ്പോൾ അവരുടെ ജീവിതവും പോയി, അവരെല്ലാം പോയി. ഇനി ദീർഘവർഷം അവർ ജയിലിൽ കിടക്കണം. താൽക്കാലികമായ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യന് ഇതുപോലെ മറ്റൊരാളെ ചതിക്കാൻ കഴിയുന്നത്? ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ തന്നെ ആൺകുട്ടികളെ ചതിച്ചിട്ട് പോകുന്നുണ്ട്. കാരണം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം, അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണുങ്ങളെ കൂടെ കൊണ്ടു നടന്നതിന് ശേഷം തള്ളിപ്പറയുന്ന ഒരുപാട് പെൺകുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. അതിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം വീട്ടിലെ സമ്മർദ്ദങ്ങൾ, പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. ആ സമ്മർദ്ദങ്ങൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവർക്ക് ഉപേക്ഷിച്ചിട്ട് പോകുക എന്നുള്ളതല്ലാതെ വേറൊരു പോംവഴിയില്ല. അതുകൊണ്ടാണ് അവരധികം പേരും അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഗ്രീഷ്മ ചെയ്ത പോലെ കേരളത്തിൽ ഒരു പ്രണയിനിയും ചെയ്തിട്ടില്ല. അത്രയും ഭയാനകമായിട്ടുള്ള ഒരു കൊലയായിരുന്നു ഗ്രീഷ്മ ചെയ്തത്.